നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയെയും, എത്ര ആഴമുള്ളതാണെങ്കിലും എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഉത്തരം കിട്ടാതെ നിങ്ങൾ ഉപേക്ഷിച്ച കാര്യമാണെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെ നടുവിൽ ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ ഈ പ്രതിസന്ധികളെ നേരിടാനുള്ള ബലം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനമാണ് നമ്മൾ അല്പസമയം മുമ്പ് വായിച്ചത്. അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പഠിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം തുറന്നേ, വായിച്ചേ. ലൂക്കാസ് വിശേഷം 10 അതിന്റെ 21-ാം തിരുവചനം, ചാപ്റ്റർ 10 വേഴ്സ് 21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. മതി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വചനം തുടങ്ങുന്ന എന്നാന്നറിയാവോ? ആ സമയം തന്നെ. എങ്ങനെയാണ്? ഏത് സമയം? ആ സമയം തന്നെ. ഏതോ ഒരു സമയത്താണ് ഈശോ പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള വചനം ഒന്ന് പഠിച്ചാലോ, ഒന്ന് വായിച്ചാലോ. 17 മുതലുള്ള വചനം വായിച്ചേ. 17 മുതലുള്ള വചനം വായിച്ചോ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ വിപതിക്കുന്ന ഞാൻ കണ്ടു. അടുത്ത വചനം ശ്രദ്ധിച്ചോ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കണ്ടല്ലോ. ഇനി അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത്. വചനം വായിച്ചേ. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഏതാണെന്നാണ് വചനം പറയുന്നത്. വായിച്ചേ. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈശോ പറയാണ്, ഈ ഭൂമിയിൽ നീ സന്തോഷിക്കേണ്ട മേഖല എന്ന് പറഞ്ഞാൽ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നീ സന്തോഷിച്ചോണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഭൗമിക കാര്യങ്ങളിൽ ആശ്രയിച്ചല്ല നിന്റെ സന്തോഷത്തിന്റെ മാനദണ്ഡം ഇരിക്കേണ്ടത്. നിന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ മാനദണ്ഡം ഇരിക്കേണ്ടത് സ്വർഗീയമായ കാര്യങ്ങളിലാണെന്ന്.